പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 29-ാം വാക്യം. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് നിങ്ങളോട് ധൈര്യപൂർവ്വം പറയാൻ എന്നെ അനുവദിക്കുക. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ കല്ലറ ഈ ദിവസം വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. രാജാവും ദീർഘദർശിയുമായ ദാവീദിലൂടെ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെയ്ത അനേകം മഹത്തായ പ്രവൃത്തികളുണ്ട്. എന്നാൽ അവൻ ചെയ്ത പാപത്തെക്കുറിച്ചും തിന്മ പ്രവൃത്തികളെക്കുറിച്ചുമാണ് ഞാൻ കൂടുതൽ ചിന്തിക്കാറുള്ളത്. ദൈവം കണ്ടത് ദാവീദിൻ്റെ പാപത്തെയല്ല, മറിച്ച് ഓരോ വീഴ്ചയ്ക്ക് ശേഷവും ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള അവൻ്റെ നല്ല മനസ്സിനെയും അവൻ്റെ വിശ്വസ്തതയും ആണ്. പിതാവായ ദൈവമേ, വിശ്വസ്തയോടും നല്ല വിശ്വാസത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ ജീവിക്കുവാനും പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും എന്നെ